എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയിട്ടെ. ഇന്നുണ്ടല്ലോ എനിക്കൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകണമെന്ന് പറയണത് ഇന്ന് എൻ്റെ വല്യമ്മയുടെ മകളുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നാണ് തലേദിവസം. അപ്പോൾ രാത്രിയാണ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് ഒരു 7 മണിക്ക് പോകണം. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ പോവാം. രാത്രി അങ്ങോട്ടും പോകാന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ ഒരു പനിയുണ്ട്. ഈ പനിയുടെ പട്ട ഈ തെങ്ങും പട്ട വരുന്ന പോലെ ഇടയ്ക്കൊന്ന് വീഴുട്ടാ. ഭയങ്കര എന്താ പറയുക വെയിറ്റും ഉണ്ട്. അതേപോലെ തന്നെ തെങ്ങും പട്ട നമുക്ക് സുഖമായി വെട്ടാലോ. പക്ഷെ അങ്ങനെ വെട്ടാൻ പറ്റില്ല. നമ്മളെ മുട്ടിയും എന്നെ വെച്ച് വെട്ടണം. പക്ഷെ എന്താ പറയുക ചെടികൾക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ലേ ഈ പട്ട അങ്ങനെ വീഴുമ്പോട്ട. അപ്പം ഇതാണ് നമുക്ക് കഷ്ണങ്ങളാക്കി പറഞ്ഞോളിടാം. അല്ല അല്ല അല്ലു ഇതാ ഒരു ഇത് പാൽ കുടിക്കുന്നുണ്ടാ. അതെ അത് പറഞ്ഞപ്പോഴേക്കും അവിടെ ഓടി നോക്കിയേ. ഇനിയിപ്പോൾ കാക്കകൾ വന്ന് കുടിക്കത് അതുണ്ടാവാം. ഞാൻ കുട്ടിയെടുത്ത് തരാം. എവിടെ നിന്ന് വെട്ടാം നല്ലത്. ഉള്ളി കൂടെ വലിച്ചുകൊണ്ട് പോകണ്ട. ഇത് പ്രത്യേക വില പട്ടയ്ക്ക് ഇങ്ങനെ വടിയുടെ നിൽക്കണോ ഒരു എന്താ പറയാ തളർച്ചില്ലാതെ ഉണ്ടല്ലോ. നമ്മൾ പറയാറില്ല ഒരു ചാല് കോരിയിട്ട് അതിലാണ് നമ്മുടെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ മണ്ണിൽ ദ്രവിക്കുന്നത് കൊണ്ടുവരാന്ന്. ഇപ്പൊ ആ ചാല് ഇട്ടിട്ട് ചാല് തന്നെ അറിയാറേ കേട്ടാ. ഇനിയിപ്പോ എന്നിട്ട് ചേച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇപ്പുറത്തൊരു ചാല് കയറിയിട്ട് ആ മണ്ണ കയ്യിലിടും. അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് പച്ചക്കറിയുടെ കടക്കിലേക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഒരു കാര്യം. ഇനിയുണ്ടല്ലോ നമുക്ക് കയ്പക്കായ പൊട്ടിക്കാണ്ട്. 2-3 ദിവസമായിട്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. വെച്ചതും പഴുത്തിട്ടുണ്ടാവണം. കാരണം ഓരോ ഒഴിവ് കുറവുകൊണ്ടേ. അപ്പം നമുക്ക് പൊട്ടിക്കാൻ പോവാം വാങ്ങിട്ടാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്പക്കായ ഇതാ പഴുത്തു കിട്ടാ. ഇപ്പോൾ പഴുത്തല്ല. ഇപ്പം നമുക്ക് കുഴപ്പമില്ല. കാരണം നമുക്കിത് വാട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണേ. ഈ കയ്പ എന്താ പറയുക നമ്മുടെ കാറ്റത്ത് വാഴ വീണില്ലേ ആ സമയത്ത് ഈ കയ്പയ്ക്കും അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കയറില്ലേ കയറൊക്കെ അടിയിലേക്ക് താന്നിട്ടാ. വേറെ ഇതിനൊന്നും വലിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല.
ഇനി അതിൻ്റെ ഉള്ളിലുള്ളത് പഴുത്തിട്ട് വീണ്ടും കൂരൊക്കെ താഴെ വീഴും, തന്നെ മുളച്ചോളും. പിന്നെ നമുക്ക് ഈ ഒരു കയ്പത്തായി അതിലും തന്നെ മുളച്ച് വന്നതാ. പിന്നെ നമ്മുടെ നോക്കിയേ ഇപ്പുറത്തെ പുതിയൊരു കുക്കമ്പറുമ്മ ഒരാളെ പൊട്ടിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മൾ കയ്പക്കായ വാട്ടണം, അതേപോലെ ഫ്രൈ ഒക്കെ ചെയ്യണതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ചെയ്യാൻ നിൽക്കണില്ല, കാരണം നമ്മുടെ പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ പുല്ല് വലിക്കുന്നത് നമ്മുടെ ഈ പച്ചമുളകിനെ കടക്കിലാട്ടാ. നമുക്ക് എന്നും പുല്ല് വലിക്കാനുണ്ടാവും. നമ്മളിപ്പോൾ ഇതിനെ കടക്കിലത്തെ പുല്ല് വലിച്ച് പിന്നെ ചിലപ്പോൾ നാളെ വേറെ ഒരിടത്തിനെ കടക്കിയ പുല്ലൊക്കെ വലിച്ച് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോൾ ഇതേപോലെ പുല്ല് വരുന്നുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ പുല്ല് വലിച്ച് നമ്മൾ ഇതിനെ കടക്കിയ തന്നെ ഇടും. അപ്പോൾ പിന്നെ ഇവർക്കും വളവും എന്താ പറയുക, ഇതിൻ്റെ മുളക്ക് ചവറൊക്കെ ഇടുമല്ലോ. അപ്പോൾ പുല്ല് കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ് മുളയ്ക്കുന്നത്. പക്ഷെ നിർത്തി നമ്മൾ വളർത്തരുത്, അപ്പോൾ പുല്ലായിരിക്കും ഇവരെ വളമൊക്കെ വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചപ്പം കളയണം. അപ്പോൾ പുല്ലുവലി നമുക്ക് സ്ഥിരമുള്ളൊരു സംഭവമാട്ടോ നമ്മുടെ വീട്ടിൽ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ചീരക്കട നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, പച്ചമുളകിൻ്റെ ഇടയിൽ ചീര നിൽക്കുമ്പോഴേ കുറേ കേടുകൾ കുറയണ പോലെ. നന്നായിട്ട് കണ്ട് അധികം വലിപ്പം കൂടി ആയിട്ടില്ല കേട്ടോ. അപ്പളേക്ക് നിറച്ച് പച്ചമുളക് ഉണ്ടായി തുടങ്ങിയണ്ട. എല്ലാത്തിന്റെ കടക്കിലോ കുഞ്ഞേ കടയുടെ ഉണ്ടായി വരുന്നുണ്ട. അപ്പോൾ നമ്മളിതാ പുല്ലൊക്കെ വലിച്ച് നമ്മുടെ മുളകും കടയുടെ കടക്കിന് കൂട്ടിയിട്ട് നോക്കാം. എന്നിട്ടാണെങ്കിൽ കുറച്ച് ചവറ് ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. ഞാൻ അതൊന്നും എടുത്തോണ്ടട്ടെ. ഞാൻ അടിച്ച് വാരിയിട്ടേ ചാക്കിൽ കുറച്ച് ദിവസമായിട്ട് അടിച്ച് വാരി നോക്കി ചാക്കിൽ വാരി വെച്ച് നോക്കുക. അപ്പോൾ കൊണ്ടിട്ടാൽ മതി. നമ്മളെപ്പോഴും കാണിക്കാറുള്ളതില്ലല്ലേ ചവറുകളൊക്കെ നമ്മൾ ഇങ്ങനെ മുളകിൻ്റെ കടക്കിലായാലും എന്ത് പച്ചക്കറി തൈകൾ വെക്കായാലും ഇങ്ങനെ ചവറൊക്കെ ഇട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ നല്ല കടയ്ക്ക് നന്നായിട്ട് ഇളക്കി അതേപോലെ നനയ്ക്കുമ്പോഴൊക്കെ നല്ല ഈർപ്പൊക്കെ നിൽക്കുന്നുള്ളത്. നമ്മുടെ ഈ പച്ച മുളക് തൈ വെക്കണ ഓരോ വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ചവറിട്ട് മണ്ണ് കാണുക. നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ എന്താണെങ്കിലേ വേറെ നമുക്ക് പുറത്തേക്ക് പോകേണ്ട കാരണം വേറെ പറമ്പിൽ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇങ്ങനെ എടുക്കണില്ല കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഒരു ചക്കിടാണ്ട് നമ്മുടെ വലിയ പ്ലാവുമ്പത്തേട്ടാ, കാരണം നല്ല കറുത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇന്ന് ഇട്ടില്ലെങ്കിൽ നല്ല നിൽക്കുന്നി അത് പഴുത്തിട്ടാണെങ്കിൽ നിലത്ത് വിടാൻ ഇങ്ങനെ നാശമായി പൂജി. അപ്പം എങ്ങനെയൊന്നും ഇട്ടത് നമ്മൾ ശരിക്കും ഈ ഒരു തോട്ടിയിട്ടാ ചക്കിടാൻ വേണ്ടി മേടിച്ചിട്ടുള്ള തോട്ടിയാണ്. ചക്കയുടെ കലാകുമ്പോൾ മാത്രം പുറത്തുള്ളൂ, ഒത്തിരി കാര്യം കഴിഞ്ഞ് എടുത്തു വയ്ക്കും. അയ്യോ പൈപ്പ് പൊട്ടിയോ? പഴുത്തിട്ടില്ല. പക്ഷെ ഈ ചക്കിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്. രണ്ടുണ്ട് ഇവിടെ. എന്നാലും കുഴപ്പമില്ല.
കേടൊന്നുമില്ല കേടില്ല. വെട്ടി ഉപ്പിരിക്കാം. പച്ചക്കറി അല്ലേ വേണമായിട്ടൊന്ന് വെക്കണ അത് പഠിപ്പിക്കണേ ചക്കി. നമ്മളെ കയ്പക്കായ വാട്ടി ഉണക്കാനായിട്ടാ കുറച്ചെടുത്തിട്ട് എന്താ പറയുക ഒന്ന് വറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല ഫ്രൈ ചെയ്തെടുക്കാം കയ്പക്കായ, നല്ല ടേസ്റ്റാ. പഴുത്തതായ കാരണേ നല്ലൊരു ബുദ്ധിമുട്ടായി. ഇപ്പോൾ കുരുല്ലാണ്ടായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. നോക്കിയേ നമ്മുടെ അരിഞ്ഞോടുന്ന കയ്പക്കായ കേട്ടാ. ഇതിലേക്ക് ഞാനുണ്ടല്ലോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടണ്ട, കാരണം ഇത് വാടി വരുമ്പോൾ നന്നായിട്ട് കുറയും ഉണങ്ങിയൊക്കെ വരുമ്പോഴേ. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. അങ്ങനെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം. അപ്പം നമ്മൾ പറഞ്ഞു കയ്പക്കായ നമ്മൾ വാട്ടി ഉണക്കാനാണ് കേട്ടോ ഇത് ചെയ്യണത്. അങ്ങനെ മഞ്ഞളും അതേപോലെ ഉപ്പൊക്കെ നമ്മുടെ കയ്പക്കായയുടെ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നമ്മളിത് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനുണ്ടല്ലോ തീ കത്തിച്ച് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു തട്ടുണ്ടാവല്ലോ, ആ തട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിൽ ആവി വരുമല്ലോ, ആ സമയത്താണ് നമ്മൾ പിന്നെ കയ്പക്കായ ഇതിലേക്ക് ഇടുള്ളൂ കേട്ടോ. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ തിളച്ച് ആവി വരെ ടൈം കൊണ്ടുണ്ടല്ലോ നമുക്ക് നോക്കിയാൽ ഞാൻ കുറച്ച് കയ്പക്കായ നല്ല പച്ച അരിഞ്ഞിതാ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തരാം ഒരു ടീസ്പൂണ് മൈദ കേട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം നന്നായി ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആട്ടാ. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ അവിടേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പും പൊടിയാണ്. അതെന്താ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി ആട്ടാ. അതിൻ്റെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അവിടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കയ്പക്കായ ആവണ രീതിയിൽ ഇങ്ങനെ പുരട്ടിയെടുക്കാം. നമ്മൾ നന്നായിട്ട് ഇതാ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ എന്താ പറയുക ഇഡ്ഡലി ചെമ്പിൽ ആവി വന്നു തുടങ്ങിയിട്ടാണ്. നമുക്കിതാ മൂടിയൊക്കെ തുറന്ന് നമ്മുടെ ഈ കയ്പക്കായ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേവ ഒന്നും പാടില്ല കേട്ടോ. ഒരാവി ഇതുമ്പേക്ക് കയറുന്നതോടുകൂടി നമ്മളിത് ഓഫ് ചെയ്ത് എടുക്കും. ഒന്ന് വാടേ വേണ്ടോ കയ്പയ്ക്ക, പൊടിയാനൊന്നും പാടില്ല നമ്മൾ ഈ അരിഞ്ഞതൊക്കെ. മിനിറ്റൊന്ന് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് നല്ലോണം ഒരു ആവി കയറിയിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാനേ പതുക്കെ തന്നെ, ഇപ്പം നമുക്ക് വലിയ കൂടുതലൊന്നുമില്ലല്ലോ, നല്ല ചൂട് ഈ എന്താ പറയുക ഈ തട്ടിമേനെ പിടിച്ച് പതുക്കെ പുറത്തേക്ക് വയ്ക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവി കയറിയിട്ടേ ഇത് കൂടുതൽ ഇങ്ങനെ വേവും.
ഇനി നമുക്കിട്ടല്ലോ നമ്മുടെ ഈ കയ്പക്കായ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ. ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പോൾ നമുക്ക് കയ്പക്കായ അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ തീ നന്നായി കൂട്ടി വെച്ച് വറുത്തെടുക്കരുത്. എപ്പോഴും ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കുറച്ച് നേരം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ എനക്കാണ്ട് ഇങ്ങനെ തന്നെ ഒന്ന് വെക്കണം കേട്ടോ. ഇനി ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് മറത്തി കൊടുക്കാം. അപ്പോൾ ഇതാ 1-2 വട്ടം ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുണ്ടല്ലോ ഇതിലേക്ക് ഞാനിതാ കുറച്ച് പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഒന്നും ആ പച്ച കളർ വിടാൻ പാടില്ല. ആ സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിതിൽ നിന്ന് പതുക്കെ കോരി മാറ്റാം. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോഴേ ഷായേട്ടൻ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പം ഞാൻ ഷായേട്ടൻ തന്നെ അത് കൊണ്ടു കൊടുക്കാൻ ടേസ്റ്റ്. നമ്മുടെ ഈ കയ്പക്കായ കണ്ട നമ്മൾ വറക്കുമ്പോൾ നിൽക്കുക നല്ല നല്ല എന്താ പറയുക നല്ല മുറുക്കായിട്ട് നമ്മൾ കൊണ്ടോട്ടൊക്കെ ആക്കണ പോലെ നല്ല പൊടിഞ്ഞ് കിട്ടും. തിന്നാലും ടേസ്റ്റാ. വായിട്ട് കഴിക്കുമ്പോഴല്ലേ ഇത് ശരിക്കും പച്ച കയ്പക്കായ എന്നിട്ടുണ്ട് രസമാണ്. ഭയങ്കര രസമായിട്ട് കഴിക്കാനും. കലപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കലപ്പുണ്ടെന്ന് പറയാം, കലപ്പില്ലേ എന്ന് ചോദിച്ചാൽ കലപ്പില്ല എന്ന് പറയാം. അത്രയും കലപ്പുള്ളോട്ടാ, നല്ല ടേസ്റ്റ് ആട്ടാ. വിചാരിച്ചത്ര കനപ്പൊന്നും ഇല്ല. അങ്ങനെ നല്ല രസമാണ്. ഇത് വെറുതെ ഇരുന്ന് കഴിക്കാൻ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ കഴിഞ്ഞോളൂ. ഞാനാണെങ്കിലേ നമ്മുടെ എന്താ പറയാ പുഴുങ്ങിയെടുത്ത നമ്മുടെ കയ്പക്കായ ഉണ്ടല്ലോ അത് വേലിച്ചിട്ട് ഉണക്കട്ടെ. വെലുത്തോ അല്ല ഉണക്കട്ടെ എന്നല്ല ഉണക്കട്ടെ. ഞാനുണ്ടല്ലോ ഇതാ ഒരു വലിയൊരു തട്ട് ഉണ്ടായിരുന്നു, അതിലായിട്ടിട്ട് ഉണക്കണേ. നല്ല വെയിലുണ്ടെങ്കിലേ ഒരു 3 ദിവസം കൊണ്ടൊക്കെ 3 ദിവസമൊന്നും വേണ്ട, 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഉണങ്ങി കിട്ടൂട്ടാ. അപ്പോ ഞങ്ങൾ ഇറങ്ങിയിട്ടാ 7:30 6 മണിക്ക് ഒക്കെ എത്താൻ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോ എന്തായാലും ഒരു വിധം കുറച്ച് പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ നിന്ന് ഞങ്ങളാട്ടാ. അപ്പം വല്യമ്മ അമ്മേരെ അപ്പുറത്ത് നിൽക്കുന്നതാണ്. വല്യമ്മയുടെ മകളുടെ മകൻ്റെ ആട്ടോ കല്യാണം. അവൻ്റെ പേര് അർജുൻ എന്നാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ മധുരം കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പം അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതളം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു ടീസ്പൂണൊക്കെ വായിൽ വെച്ച് കൊടുക്കും. ഞങ്ങൾ എന്താ നേരെ വൈകുന്നേരമായിട്ട് എല്ലാവരും അന്വേഷിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് സാരി എടുത്തതാണ് സുഷേച്ചി, അതായത് വല്യമ്മയുടെ മകള്. അപ്പോൾ സുഷേച്ചിയുടെ മകൻ അർജുൻ്റെ ആട്ടോ കല്യാണം. പിന്നെന്ന് പറഞ്ഞാൽ മഞ്ഞ ഷോൾ ഇട്ടിരിക്കുന്നത് സുഷേച്ചിയുടെ അനിയത്തി, അതായത് വല്യമ്മയുടെ മകള്. നമ്മൾ 10 മണിക്ക് അവസാനിപ്പിക്കും. അതുവരെ എല്ലാവരും ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാം. നമ്മുടെ അർജുന്റെ ഈ മധുരം വെപ്പ് നൈറ്റ് നമുക്കൊരു മെമ്മറബിൾ ഡേ ആയിട്ട് മാറ്റണം. അതിനുവേണ്ടി എല്ലാവരും പിന്നെ വല്യമ്മയുടെ മകളുടെ മകനാട്ടാ. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് പഠിക്കുന്ന കാരണേ അവരൊക്കെയും നമ്മളിങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ ഒന്ന് കാണുള്ളൂ. അപ്പോൾ അവരോടായാലും സംസാരിച്ച് എല്ലാവരോടും സംസാരിക്കാനാണ് ശരിക്കും സമയം കണ്ടെത്തിണ്ടായിരുന്നു. പിന്നെ ഇത് മാമൻ്റെ മകളാണ് ആശായി. പിന്നെ ഈ മഞ്ഞ ഷർട്ട് ഇട്ട് നിൽക്കുന്നത് വല്യമ്മയുടെ ഒരു മരുമകനായിട്ട് അനിലാട്ടെ. പിന്നെ ഇത് 2 ചേച്ചിമാർ എൻ്റെ മാമൻ്റെ വല്യമാമൻ്റെ 2 മരുമക്കളാണ്, അനുചേച്ചിയും ജിഷേച്ചിയും.
അപ്പോൾ റിലേറ്റീവ്സുകളൊക്കെ എന്താ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള ഷർട്ട് ഇട്ട് നിൽക്കുന്നത് എൻ്റെ കുഞ്ഞുമാമനാട്ടാ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിയമാമൻ്റെ മോനുണ്ട്, അതുപോലെ കുഞ്ഞുമാമൻ്റെ മോനുണ്ട്. പക്ഷെ ബ്രൗൺ ഷർട്ട് ഇട്ട് നിൽക്കണതില്ലേ ബ്ലാക്കും കൂടി, അവൻ എൻ്റെ ഒരു മാമൻ്റെ മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവന് പെണ്ണാലോചിക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലും കയ്യിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. നീല ബ്ലൗസ് ഇട്ടത് എൻ്റെ മാമൻ്റെ ഒരു മരുമകളാട്ടാ. മഞ്ഞ ചുരിദാർ വല്യമ്മയുടെ മകളാണ് അനിത്തേച്ചി. പിന്നെ എനിക്ക് 2 വല്യമ്മയാണെങ്കിൽ മൂത്ത വല്യമ്മയുടെ മകളാണ് ചുരിദാർ ഇട്ട് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിൽ 2 പേരും ഒരു മരുമക്കളാട്ടാ. പിന്നെ ഇത് സരിതേച്ചി, ഇത് മാമൻ്റെ മരുമകൾ തന്നെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷായട്ടനും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഷായട്ടനാണെങ്കിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ സലാഡാണ്. അപ്പോൾ പിന്നെ ഞാൻ ഷായട്ടനെ വിളിച്ച് അത് ഇട്ട് കൊടുക്കാട്ടെ ചെയ്യണത്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ചേട്ടത്തിയാണ്, ഉണ്ണികൾ. അപ്പോൾ ഞങ്ങൾ നേരം വൈകി, അവരാണെങ്കിൽ ഉണ്ണികൾ വന്ന വൈകി വിശക്കുന്നു കൊണ്ട് അവർ ഭക്ഷണം കഴിക്കായിരുന്നു. ഇപ്പോഴാണ് കണ്ടത് ഞാൻ അവരെ. പിന്നെ ഞങ്ങളിതാ ഒരു ടേബിൾ കിട്ടിയപ്പോൾ ഞാൻ ഷായട്ടനോട് വന്നിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ടേബിളുമേ എൻ്റെ അമ്മായിയും അമ്മായിയുടെ മകൾ ആശ, പിന്നെ അവളുടെ ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കല്യാണ ചെക്കൻ്റെ അച്ഛനാണ്, കരുണേട്ടൻ. അതായത് വല്യമ്മയുടെ മരുമകൻ കേട്ടോ. പിന്നെ ഇത് ഞാൻ അപർണ കഴിഞ്ഞ വട്ടം ഒരു എൻഗേജ്മെൻറ്റ് കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അവളാണ്. അപ്പോൾ അവരൊക്കെ ഇറങ്ങാൻ നിൽക്കുക. അപ്പം പിന്നാലെ തന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. കാരണം പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ യാത്രയ്ക്കും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. എളന്തിരുത്തിലായിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ അവിടുത്തെ എളന്തിരുത്തി അമ്പലത്തിൽ കൺമണിക്കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് ഷോളിട്ട് കളിക്കണേൽ 3ാമത് കളിക്കുന്നതാണ് നമ്മുടെ കൺമണിക്കുട്ടി കിട്ടുക. ഡാൻസ് കഴിഞ്ഞപ്പോൾ കൺമണിക്കുട്ടി ഓടി വന്നു കേട്ടോ. നന്നായി കളിച്ച് കൺമണിക്കുട്ടി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണിക്കുട്ടിയുടെ അച്ഛമ്മ, അതേപോലെ കൺമണിയുടെ അമ്മ, അമ്മൂമ്മ, പിന്നെയും കുറേ റിലേറ്റീവ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡാൻസ് കാണാനായിട്ട്. എല്ലാവരും നമ്മുടെ ക്യാമറയിൽ നമുക്കതിങ്ങനെ പെട്ടെന്ന് പിടിച്ചപ്പോഴേ അവരൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അമ്മയും ചേട്ടത്തിയും അതേപോലെ ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, പെട്ടെന്ന് അവർക്കും പ്രതീക്ഷിക്കാണ്ട് തന്നെ കൺമണിക്കുട്ടിയുടെ ഡാൻസ് കാണാനൊക്കെ പറ്റിയിട്ടാണ്. അപ്പം പിന്നെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടാ. അപ്പം ഞാൻ വരും വഴിക്ക് എൻ്റെ കൂടെ അമ്മയും ചേട്ടത്തേക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് വീട്ടിലാക്കി നമ്മളിവിടെ എത്തി. ഒത്തിരി വൈകിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ.